ഹായ് ഗൈസ്, നമ്മളിന്ന് 3 ട്രേഡ് എടുത്തു. ബജാജിൽ 4800 പ്രോഫിറ്റ്, എം&എമ്മിൽ 1210, ശ്രീറാം ട്രാൻസ്പോർട്ടിൽ ഒരു ചെറിയ ലോസ്. സോ ഞാൻ ഈ ആഴ്ചയിൽ ആദ്യത്തെ ട്രേഡാണ്. ഈ ബാക്കി ദിവസങ്ങളിലൊന്നും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ബാക്കി 3 ദിവസവും നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ ട്രേഡ് ഫോണിലാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തില്ല. ഞാൻ ഈ ആഴ്ച ട്രേഡ് ചെയ്യാത്ത മെയിൻ റീസൺ കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ട്രേഡ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ സ്ക്രീൻഷോട്ട് ഇട്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ ട്രേഡ് നോക്കാം. ബാക്കി രണ്ടും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ബജാജ് ഫിനാൻസിൽ ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള മേജർ റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ ആഴ്ച മൊത്തം ബജാജ് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കാണിച്ചത്. ഓക്കെ, ഒരു ഡ്രൈ വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച മൊത്തം. ഓക്കെ, വളരെ ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ ഡെയിലി നടന്നിട്ടുള്ളൂ. അപ്പം എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ്, ബജാജ് ഫിനാൻസ് പോലത്തെ ഒരു സ്റ്റോക്ക്, കുറച്ച് നല്ല വോൾട്ടിലിറ്റി തരുന്ന ഒരു സ്റ്റോക്ക് സൈഡ് വേസ് ആവുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഒരു നല്ലൊരു വോൾട്ടാലിറ്റി എക്സ്പാൻഷൻ വരുന്നു എന്നാണ്. അപ്പോൾ അതുപോലത്തെ ഒരു നല്ലൊരു വോൾട്ടാലിറ്റി എക്സ്പാൻഷനാണ് ഇന്നലെ സംഭവിച്ചത്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഇന്നലെ തന്നായിരുന്നു. രാവിലെ മാത്രമേ ഒരു മൂവ്മെൻറ്റ്, എനിക്ക് തോന്നുന്നൊരു 10 മണിക്ക് ഉള്ളിൽ തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ട് പിന്നെ ഫുൾ സൈഡ് വേസ് ആയിരുന്നു. അപ്പം ട്രേഡ് സെറ്റപ്പ് ഒന്നും നമുക്ക് ഇന്നലെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെയും ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബൈ പൊസിഷൻ എടുത്താണ് ബജാജ് ഫിനാൻസിൽ. അപ്പോൾ ഈ ബൈ എടുക്കാനുള്ള മേജർ റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബജാജ് ഫിനാൻസിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ഔട്ട് ആയത് ഇന്നലെയാണ്. ഇന്നലെ ബ്രേക്ക് ഔട്ട് ആയിട്ട് നല്ലൊരു മാറു ബൂസ് എന്ന് പറയുന്നൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. മേളിൽ വിക്ക് കുറവാണ്, താഴെ ഒട്ടും വിക്കില്ല. നല്ലൊരു ബൈയിങ് പ്രഷറാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മേജർ റീസൺ നമ്പർ 1 ആണ്. ഓക്കെ, റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് ഇത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. അപ്പം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തു, മൂവ്മെൻറ്റ് ഇന്നലെ കിട്ടി. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഇന്നും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതാണ് റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് 50 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇതാണ് ഇന്നത്തെ ഡേ തുടങ്ങിയ സമയത്തുള്ള ക്യാൻഡിൽ. ഓക്കെ, 50 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ ഒരു നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കാം. നമുക്കിവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തത്. പിന്നെ വരുന്ന കൺസിക്യൂട്ടീവ് ക്യാൻഡിൽസ് 2 റെഡ് ക്യാൻഡിലും ഒരു റീടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ബൈ എൻട്രി 7262 ബൈ എൻട്രി ഇടുമായിരുന്നു. ഓക്കെ, ലിമിറ്റ് ഓർഡറിൽ 7262 ബൈ ഓർഡർ ഞാൻ ഇട്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് 40 പോയിൻറ്റ്സ് ആയിരുന്നു. നമ്മുടെ ടാർഗറ്റ് നമ്മൾ 1:2 മേലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1:2 മേലെ ഇവിടെ ബുക്ക് ചെയ്തു. പിന്നെ അത്യാവശ്യം വീണ്ടും നല്ലൊരു റാലി തന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ ട്രേഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ മൊബൈലിൽ നോർമലി ട്രേഡ് ചെയ്യാത്തതാണ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്ലേ ഔട്ട് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കൺഫർമേഷൻ കിട്ടും. ഈ ഒരു ലോ, ഇന്നലത്തെ ഈ ഒരു ലോ തൊട്ട് ഇന്ന് ഞാൻ എൻട്രി എടുക്കുന്ന സമയത്ത് ഹൈ വരെ നോക്കുവാണെങ്കിൽ ആ റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് കറക്റ്റ് 0.5%. സോ ഇത്രയും റീസൺസ് വരാൻ നേരത്ത് നമ്മൾ എൻട്രി എടുക്കാതിരിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് തന്നെ എൻട്രി എടുത്തു. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി, നമുക്ക് ടാർഗറ്റ് ഹിറ്റായി. അപ്പം എനിക്ക് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻട്രി പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുവാണെങ്കിൽ മനസ്സിലാവും. എനിക്ക് ഇത്രയും ഒരു 3 റീസൺ എങ്കിലും മിനിമം വേണം, എന്നാൽ മാത്രമേ ഞാൻ എൻട്രി പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ടൊരു എൻട്രി കിട്ടി, നല്ലൊരു റാലി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ആഴ്ച ഞാൻ ട്രേഡ് ചെയ്യാത്തത്, ഞാൻ ചില ആഴ്ചകൾ 5 ദിവസവും ട്രേഡ് ചെയ്ത ആഴ്ചകളുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ആഴ്ചയിൽ ട്രേഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺസ് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കാറില്ല. അപ്പം എൻട്രി കിട്ടിയിട്ടില്ല, ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. അപ്പോൾ ഇന്നലെ നോക്കുവാണെങ്കിൽ ഇന്നലെയും നല്ലൊരു മൂവ്മെൻറ്റ് ബജാജ് തന്നാണ്. നല്ല മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് എൻട്രി ഇല്ല. ഇന്നലത്തെ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് എനിക്കിവിടെ ഒരു എൻട്രിയും കിട്ടിയിട്ടില്ല. ഓക്കെ, പെട്ടെന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ടൊന്നും എനിക്ക്
ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല, റീട്രേസ്മെൻറ്റും വന്നിട്ടില്ല. ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഓക്കെ, ഇത്രയും ഒരു ഗ്യാപ്പ് കിടന്നിട്ടാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടിയത്. സോ റീട്രേസ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനൊരു എൻട്രി നോക്കിയേനെ, പക്ഷെ കിട്ടിയില്ല, അത് തിരിച്ച് കയറിപ്പോയി. ഓക്കെ, അപ്പോൾ ഞാൻ മൊബൈലിലാണ് ഈ ആഴ്ച മൊത്തം ഈ സ്റ്റോക്ക് ഞാൻ വാച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ പരിമിതികളുണ്ടായിരുന്നു. സോ ഒരു ക്ലിയർ കട്ട് സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എൻട്രി എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. ഈസി ആയിട്ടൊരു എൻട്രി കിട്ടി, ഞാനത് എടുത്തു. ഇപ്പോൾ എന്തായാലും 1:2 മേലെ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.